അതില് ശരിക്കും ഇങ്ങനെ സിഹിർ ഫലിക്കൂലെന്നൊക്കെ ഉണ്ട് അല്ലേ? ഫലിക്കൂലെന്നുണ്ട്. അതാ ഞാൻ തെളിവായിട്ട് എന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്റെ ലേഖനം ഒന്ന് വായിച്ചു നോക്ക്, അത് കിട്ടുമെങ്കിൽ. ഇപ്പൊ ക്രിയാസൊലായൊക്കെ എഴുതിയത് എന്താ വെച്ചാല് സിഹിറിന് യാഥാർത്ഥ്യമില്ലെങ്കിൽ പിന്നെ അതിന് ഇസ്ലാം നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയാണ്. അപ്പോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഇപ്പൊ നമുക്ക് അത് തിരുത്താനാവൂല. തന്നെയല്ല ഞാൻ മതിയായവനാണെന്ന് ഓരോരുത്തരെ പിന്നെ ഇത് ബോധം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ സലാസുലമിനെ സക്കരിയാനൊക്കെ നമുക്ക് പുറത്ത് വിടലല്ലേ. അവളെ ഇപ്പോഴും സിഹിർ ഫലിക്കൂലെന്നുള്ള അഭിപ്രായത്തിൽ തന്നെയുള്ളത്. അതെ. ഇപ്പോഴും ഞാൻ അന്ന് എന്റെ ലേഖനത്തിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. സിഹിർ പരിച്ച് എനിക്കോ മറ്റേ ഫലിപ്പിച്ച് കാണിച്ചാൽ ഞാൻ 1000 രൂപ സമ്മാനം. അന്നേ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതുവരെ ആയിട്ട് അതുവരെ ഒരു 1000 പറ്റി ഒന്നും പറഞ്ഞ് കേട്ടില്ല. നമുക്കിപ്പം പിന്നെ അവരെല്ലാം വിട്ടേക്കലല്ലേ. കാരണം ഇതൊന്നും ഒരു കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റൂല. ഇതൊക്കെ എന്താ പറയണ വെച്ചാൽ ഈ സിഹിറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവർ ഹദീസ് നിഷേധികളാണ്. അങ്ങനെ അയാളെ പറഞ്ഞ കേട്ടോ. നമുക്ക് എന്താ ഇപ്പൊ നമ്മളെ മേത്തെന്തോ പറ്റുന്നുണ്ടോ? അയാളെ അങ്ങനെ പറഞ്ഞ കേട്ടോ. നമുക്കെന്താ അയാളെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നമ്മളെ വിജയത്തിന്. നമ്മൾ സ്വർഗത്ത് കിടക്കുവാൻ ഇപ്പൊ അയാളെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. ശരിക്കും ഹദീസുകളിലൊക്കെ വന്നതാണ് ഈ കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നിഷേധിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അബ്ദുറഹ്മാൻ സലഫി സക്കരിയ സലഫി പറയണത്. അയാൾ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഞാൻ നിഷേധിക്കുകയും ചെയ്യും.